ഒരുപാട് പേര് ഫോൺ ചെയ്തിട്ടും അല്ലാതെ നമ്മളോട് ചോദിക്കുന്ന ഡൗട്ടാണ് അവരുടെ ബാത്റൂമിന്റെ ഇന്നർ വാളിൽ, അതായത് നമ്മുടെ ബെഡ്റൂമിന്റെ വാളിലും അതുപോലെ തന്നെ ഔട്ടർ വാളിലും അവരുടെ പെയിന്റ് അതുപോലുള്ള കുട്ടിയൊക്കെ അടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഇതിനുള്ള 3 സൊല്യൂഷൻസ് പറഞ്ഞു തരാം. വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാത്റൂമിന്റെ ഫ്ലോറിലും അതുപോലെ തന്നെ സൈഡ് വാൾസിൽ ഒരു മിനിമം 1 മീറ്റർ എങ്കിലും ഹൈറ്റില് 2 വോട്ട് വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈൽസ് ആണ്. ടൈൽസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെട്രിഫൈഡ് ആയിട്ടുള്ള ടൈൽസ്, ഈ സെറാമിക് ടൈൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ സെറാമിക് ടൈൽസുകൾക്ക് എപ്പോഴും വെള്ളത്തിനെ അബ്സോർവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് സെറാമിക് ടൈൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ടൈൽസിന്റെ സൈസ് ഒരു ബിഗർ സൈസിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് ഫേവ് ചെയ്യുന്ന സമയത്ത് സ്പേസർ ഇട്ടുകൊണ്ട് ആ സ്പേസിൽ നമ്മൾ അപ്പോക്സി ഫില്ല് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദ തേർഡ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാത്റൂംസിലെ വെന്റിലേഷൻ ആണ്. ബാത്റൂമിൽ എപ്പോഴും വെള്ളം നനവുള്ളത് കൊണ്ട് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് അവിടെ കെട്ടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഈ വെന്റിലേഷൻ ക്ലോസ് ചെയ്ത് വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വെന്റിലേഷനിൽ എപ്പോഴും ലൂവേഴ്സ് പോലെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോയ്സ്ചർ കണ്ടന്റ് അവിടെ കെട്ടി നിൽക്കാതിരിക്കാൻ നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സോസ്റ്റ് ഫാൻ. എക്സോസ്റ്റ് ഫാൻ നിർബന്ധമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ എക്സോസ്റ്റ് ഫാനും വെന്റിലേഷനും മാക്സിമം ഹൈറ്റ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈവസിയും കിട്ടുന്നതാണ്. ഇനി ഓൾറെഡി ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇതൊരു പരിധി വരെ നിങ്ങളുടെ പ്രോബ്ലത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനായി കീപ് ഫോളോയിങ് മോർ വീഡിയോസ്.